വളരെ നിർണായകമായൊരു തീരുമാനം ദുബായ് കിരീടാവകാശി എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും അറിയണം. ചില കാര്യങ്ങളുടെയൊക്കെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ദുബായിലെ ഗവൺമെൻറ് ജീവനക്കാർക്ക്, ഉദ്യോഗസ്ഥർക്ക് വേണമെങ്കിൽ ബോഡി ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഡേറ്റ ശേഖരിക്കാനുള്ള അനുവാദം കൊടുക്കുകയാണ്. പക്ഷേ ഈ ആരാധനാലയങ്ങൾക്കുള്ളിൽ അത് പാടില്ല, വീടുകൾക്കുള്ളിൽ പാടില്ല. ഈ ചേഞ്ചിങ് റൂം ഉണ്ടല്ലോ, ഡ്രസ്സൊക്കെ മാറുന്ന റൂമുകളിൽ, അവിടെയും അത് ഉപയോഗിക്കാൻ പാടില്ല. പബ്ലിക് പ്ലേസിൽ എവിടെയെങ്കിലും ഉപയോഗിക്കുന്നെങ്കിൽ തന്നെ ഉദ്യോഗസ്ഥർ അത് ആളുകളോട് പറയണം, ഞങ്ങളിങ്ങനെ ക്യാമറ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആ ക്യാമറ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യുന്നത് പെട്ടെന്ന് ആർക്കും പകർത്താൻ പറ്റാത്ത വിധമുള്ള എൻക്രിപ്റ്റഡ് രീതിയിലായിരിക്കണം സൂക്ഷിച്ചു വെക്കേണ്ടത്. അതിൻ്റെ സ്വകാര്യത സൂക്ഷിക്കും എന്ന കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ നിർണായകമായ, ഇപ്പം ലീഗൽ കാര്യങ്ങളിലാവട്ടെ, എത്തിക്കലായിട്ടുള്ള കാര്യങ്ങളിലാവട്ടെ ഒക്കെ നിർണായകമായ പല കാര്യങ്ങളും കൊണ്ടുവരാൻ സാധ്യതയുള്ള പ്രഖ്യാപനമാണ് ഹിസ് ഹൈനസ് ഷേഖ് ഹംദാൻ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. യുദ്ധത്തെക്കുറിച്ചാണെങ്കിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധമൊക്കെ തൽക്കാലം മരവിച്ച് കിടക്കുകയാണെന്നും ചർച്ചാ ടേബിളിലേക്ക് എത്തുന്നില്ല എന്നും ഇന്നലെ വരെ പറഞ്ഞെങ്കിലും അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഇപ്പോൾ പറയുന്നത് ഇറാൻ ലൈനിലുണ്ട് എന്ന് തന്നെയാണ്. ആണവായുധങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ ഇറാൻ ഇപ്പോൾ വേണമെങ്കിൽ ആ വിഷയവും ചർച്ചയ്ക്കെടുക്കാം എന്ന് പറഞ്ഞതായും മാർക്കോ റൂബിയോ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞത്, ഇപ്പോഴത്തെ ഭരണാധികാരി മുജ്തഫ ഖാമിനി, ആരും കരുതണ്ട അദ്ദേഹം മരിച്ചുപോയെന്ന്, അദ്ദേഹം വളരെ ആക്റ്റീവായിട്ട് ജീവിച്ചിരിപ്പുണ്ട്, ജീവനോടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ ലെവലിൽ നിന്നുകൊണ്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും എന്ന് അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി പറയുകയാണ്. ഇറാനുമായിട്ടുള്ള ഏതു ചർച്ചയും വ്യവസ്ഥകൾക്ക് വിധേയമായിരിക്കുമെന്നും മാർക്കോ റൂബിയോ പറയുന്നുണ്ട്. അതായത് ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുത്താൽ മാത്രം പ്രശ്നം അവസാനിക്കില്ല. ആണവായുധങ്ങൾ, ഇപ്പോഴുള്ള യുറേനിയം അടക്കമുള്ള കാര്യങ്ങൾ എങ്ങോട്ട് മാറ്റും, എങ്ങനെ മാറ്റും, ഇക്കാര്യത്തിലൊക്കെ ചർച്ച വേണ്ടിവരും എന്നും മാർക്കോ റൂബിയോ സൂചിപ്പിക്കുകയാണ്. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മാർക്കോ റൂബിയോ പറയുന്നുണ്ട്. ഈ ഉപരോധമൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടി കൃത്യമായ വ്യവസ്ഥകളുണ്ട്. അല്ലാതെ ബ്ലാങ്കറ്റായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് എഴുതി കൊടുക്കുന്ന രീതി പറ്റില്ല. ഇറാൻ ആദ്യം പറഞ്ഞതിന് അമേരിക്ക നിഷേധിച്ചു, അമേരിക്ക പറഞ്ഞതിനെ ഇറാൻ തള്ളിക്കളഞ്ഞു. ഇങ്ങനെ നിൽക്കുമ്പോൾ ഇനി വ്യവസ്ഥകൾ വെച്ച് മാത്രം ചർച്ച ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. കൂട്ടത്തിൽ നമ്മളോടും പല പ്രേക്ഷകരും ചോദിച്ചിട്ടുണ്ട്, ഫെബ്രുവരി 28 യുദ്ധത്തിൻ്റെ ആദ്യത്തെ ദിവസം പരമോന്നത മേധാവിയായ ആയത്തുള്ള അലി ഖാമിനി വധിക്കപ്പെട്ടു എന്ന വാർത്ത വന്നു. മാർച്ച് 4-ാം തീയതി, ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് ഖബറടക്കം നടക്കുന്നു എന്ന് പറഞ്ഞു. പിന്നീട് എന്ത് സംഭവിച്ചു? ഖബറടക്കം നടന്നില്ല, അത് മാറ്റിവെച്ചു എന്ന് പറഞ്ഞു കേട്ടു. ഇപ്പോൾ ഇറാൻ്റെ നേതൃത്വം പറയുന്നത് ഒരു 3 ദിവസത്തെ ചടങ്ങ്, ഖബറടക്ക ചടങ്ങ് സംഘടിപ്പിക്കാൻ വേണ്ടി ഇറാൻ പ്ലാൻ ചെയ്യുകയാണ്. തീയതി ഉടനെ അറിയിക്കുമെന്ന് പറയുകയാണ്. ഇറാനും അമേരിക്കയും ചർച്ചയ്ക്കായി ഇപ്പോഴും ലൈനിലുണ്ട് എന്ന് പറയുമ്പോൾ, മറുഭാഗത്ത് ഈ ലെബനോൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാതെ യുദ്ധം അവസാനിപ്പിക്കാനോ വെടിനിർത്തൽ സമ്പൂർണ്ണമായി കൊണ്ടുവരാനോ പറ്റില്ല എന്ന് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഒരു വശത്തൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇസ്രയേലും ലെബനോനും തമ്മിൽ അമേരിക്കയിൽ ഇന്ന് വീണ്ടും ചർച്ച ആരംഭിച്ചു എന്ന വാർത്ത വരികയാണ്. 2 രാജ്യങ്ങളുടെയും അമേരിക്കൻ അംബാസഡർമാർ ഇന്ന് വാഷിങ്ടണിൽ ചർച്ച ആരംഭിച്ചു. അതിൻ്റെ റിസൾട്ട് എന്താണെന്നറിയാൻ നേരം വെളുക്കുന്നവരെ നമ്മൾ കാത്തിരിക്കണം. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു കൂട്ടത്തിരുന്നൊരു കാര്യം പറഞ്ഞു, ഈ മേഖല മുഴുവൻ സമാധാനം കിട്ടണമെങ്കിൽ ഇറാൻ്റെ ഇപ്പോഴത്തെ ഭരണകൂടത്തെ നിഷ്കാസനം ചെയ്യണമെന്നാണ്. അങ്ങനെ ഒരു നിർമ്മാർജ്ജന യജ്ഞത്തിൽ ഇസ്രായേൽ സഹായിക്കാം, ഭരണകൂടത്തെ മാറ്റിമറിക്കുന്നതിൽ ഇടപെടാം എന്നാണ് പറയുന്നത്. അതേസമയം നേരത്തെ പറഞ്ഞ അമേരിക്ക ഈ വിഷയങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇപ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്, ഇറാൻ്റെ ഭാഗത്തുള്ള സമ്പൂർണ്ണമായ ഡ്രോണുകളും ആയുധങ്ങളും തീർന്നു എന്ന് ഞങ്ങൾ കരുതുന്നില്ല എന്നാണ്. പ്രസിഡന്റ് ആദ്യം പറഞ്ഞത് ഇങ്ങനെയല്ല, ഇറാൻ സമ്പൂർണ്ണമായിട്ട് നശിച്ചു, അവിടെ ഇനി ഒന്നും ബാക്കിയില്ല എന്നല്ലേ പറഞ്ഞത്. അവിടുത്തെ മിസൈൽ ശേഖരം, ഡ്രോണുകൾ വച്ചിരുന്ന സ്ഥലം, ആണവായുധങ്ങൾ വച്ചിരുന്നത്, ആണവോർജ്ജത്തിൻ്റെ സംസ്കരണ കേന്ദ്രങ്ങൾ, ബാക്കിയുള്ള എനർജി സൈറ്റുകൾ എല്ലാം തീർന്നെന്നും ഇനി അടുത്ത കാലത്തൊന്നും ഒരു 10-50 വർഷത്തേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത വിധത്തിലേക്ക് ആ നാഗരികത നശിച്ചു പോയെന്നും പറഞ്ഞ അതേ രാഷ്ട്രം തന്നെയാണ്, അതേ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. വിചാരിച്ച പോലല്ല, കൺവെൻഷനലായിട്ടുള്ള ചില കാര്യങ്ങൾ ഇല്ലാതായെങ്കിലും ഇപ്പോഴും വേണ്ടുവോളം ഡ്രോണുകൾ, മിസൈലുകൾ ഒക്കെ ഇറാൻ്റെ പക്കലുണ്ട് എന്ന് അമേരിക്ക വിശ്വസിക്കുന്നതായി ഉന്നത ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് മാർക്കോ റൂബിയോ പോലുള്ള വിദേശകാര്യ സെക്രട്ടറിമാരും പറയുകയാണ്. ഇന്നൊരു വലിയ മാറ്റത്തിൻ്റെ വാർത്ത നമ്മൾ അറിഞ്ഞത്, UAE തലസ്ഥാനമായ അബുദാബിയിൽ ദാസ് ഐലൻഡിൽ നിന്നും നിറച്ച ഒരു കണ്ടെയ്നർ, അത് ഹോർമൂസ് കടലിടുക്ക് കടന്നു വേണമല്ലോ ഏഷ്യൻ മേഖലയിലേക്ക് പോകാൻ. അങ്ങനെ കടന്നു പോയി സുരക്ഷിതമായിട്ട്, അത് മാത്രമല്ല UAE കപ്പൽ മാത്രമല്ല, മറ്റു പല രാജ്യങ്ങളിലും നിറച്ച കണ്ടെയ്നറുകൾ എണ്ണയുമായി
LNGയുമായിട്ട് ഒക്കെ കടന്നു പോയിട്ടുണ്ട് എന്ന അറിയിപ്പ് ഇന്ന് വരികയാണ്. UAE-യിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച നിറച്ചതാണ് കടന്നു പോയതായിട്ട് ഇന്ന് വിവരം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇറാഖിൽ നിന്ന് നിറച്ചത്, കുവൈറ്റിൽ നിന്ന് നിറച്ചത് ഒക്കെ ഹോർമൂസ് കടലിടുക്ക് വഴി കടന്നുപോയി എന്നാണ് പറയുന്നത്. Night updates supported by ELL Properties, Kalyan Jewelers, Gentle Park, Best Quality Linen and Cotton, Lulu Supermarket, Hypermarket and Department Store, Fira Foods, Al Nasood Cargo, Gold Star Rent-A-Car, Dr. Asina's Ayurvedic Clinic, Iron Gold and Diamonds, Choco World, Partha Signature Abu Shagara Sharjah, ABC Cargo and Courier, Hashim Hypermarket.